വെൽക്കം ബാക്ക് ടു അല്ലപ്പായി. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ചൈനയിലെ ഒരു ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ യാത്ര ചെയ്യും, അപ്പോൾ നിങ്ങളെ കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഞാനൊരു ലെങ്തി വീഡിയോ ഇട്ടിട്ടില്ല ചൈനയിലെ ബുള്ളറ്റ് ട്രെയിനിന്റെ. അപ്പോൾ നമ്മുടെ ബാക്കി കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് ചൈനയിലെ ബുള്ളറ്റ് ട്രെയിനിന്റെ സ്റ്റേഷൻ. അപ്പോൾ ഉള്ളിട്ട് പോയി കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് മെട്രോ ആക്സസ്, ഈ കാണുന്ന മെട്രോയിൽ നിന്ന് നേരെ വന്നിറങ്ങുക, നേരെ റെയിൽവേ സ്റ്റേഷനിൽ കയറാം. വളരെ ഈസി ആക്സസ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളിട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ അത് ഫ്രണ്ടിലായിട്ട് കാണാം ചെറിയ ചെറിയ പോലീസ് വണ്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ഫുൾ സർവൈലൻസ് ആണ് ഇവിടെ. ചൈനക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവർ എവിടെ കണ്ടാലും കുത്തിയിരിക്കും. ഇതുണ്ടല്ലേ, ഇവർക്ക് അങ്ങനെ ഇരിക്കുക ഇന്ന സ്ഥലം വേണമെന്നൊന്നുമില്ല. എല്ലാം മൂലയ്ക്ക് നോക്കി നമുക്ക് ഓരോരുത്തരെ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ കുത്തിയിരുന്നുണ്ടെങ്കിൽ എന്താ വിചാരിക്കുക, ഇവൻ എന്താ കാട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ലുലു മാളിൽ പോയിട്ട് ഞാനിങ്ങനെ കുത്തിയിരുന്നുണ്ട്. എനിക്ക് കാലവിനടുത്ത് ഞാനും ഇപ്പോൾ ഇതിനോട് അഡാപ്റ്റ് ആയി. കാരണം എനിക്ക് കുത്തിയിരിക്കാൻ ഭയങ്കര സുഖം. കാരണം എനിക്ക് ഒട്ടും വണ്ണമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. സിമ്പിളായിട്ട് കുത്തിയിരിക്കും എവിടെയെങ്കിലും. കണ്ടില്ലേ, എല്ലാ മൂലയ്ക്കും ഓരോരുത്തർ കുത്തിയിരിക്കുന്നുണ്ടാവും. കണ്ടില്ലേ, കുത്തിരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ ദേശീയമായ ഒരു ഇതാണ്. പിന്നെ ഇതുപോലെ വലിച്ചുകൊണ്ടുപോണ വണ്ടി. അപ്പോൾ നമ്മളിനി മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട്. അതുകൊണ്ട് ഇന്ന് സീറ്റ് ഉണ്ട്, അതുകൊണ്ട് നേരെ പോയി കയറാം. ഇല്ലെങ്കിൽ ഇതേ അങ്ങേറ്റത്ത് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയി നമ്മൾ ക്യൂ നിൽക്കണം. ഈ കാണാണ്ടോ, ഇത് ടിക്കറ്റിന്റെ സ്ഥലമാണ്. ഇതിപ്പോൾ നമുക്ക് നേരെ മേളിയിട്ട് കയറി പോവാം. ഇതിൽ കയറിയാലോ, കറക്റ്റ് 3ാമത്തെ ഫ്ലോർ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടയേ, നമ്മൾ മുകളിലേക്ക് എത്തി. അപ്പോൾ ഇനി ഇവിടെ നമ്മുടെ ട്രെയിനിന്റെ നമ്പറും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. വന്ന വഴുതി ഇവിടെ നോക്കിയാൽ ഏതൊക്കെ ട്രെയിനാണ് എങ്ങടൊക്കെയാണ് പോണത്, എപ്പോഴൊക്കെയാണ് പോണത്, ഈ സകലമാന ഡീറ്റെയിൽസ് ഈ ബോർഡിലുണ്ടാവും. വേറൊന്നുമില്ല, ഇതിനകത്ത് ഇത് ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലത്തിന്റെ കൗണ്ടർ, ഇത് ട്രെയിനിന്റെ നമ്പർ, ഇത് സമയം, പിന്നെ ഇത് അതെന്നാന്ന് എനിക്കറിയില്ല, സ്റ്റാറ്റസ് ട്രെയിൻ വന്നോല്ലെന്നായിരിക്കും. ഇനി നമ്മളിത് ഇവിടെ പോയി ഇങ്ങനെ നേരെ സ്കാൻ ചെയ്ത് അങ്ങ് കയറി പോവുക. നമ്മുടെ പാസ്പോർട്ട് ഡയറക്റ്റ് സ്കാൻ ചെയ്താൽ കയറി പോവോന്ന് എനിക്കറിയില്ല, ഇല്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ, പാസ്പോർട്ടുകളൊന്നും സ്കാൻ ചെയ്താൽ കയറി പോകാൻ ചാൻസ് കുറവാ. മെയിൻ ഹോം കാർഡ്, പാസ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, വെച്ച് നോക്കാം. ചിലപ്പോൾ പാസ്സാവും, ചിലപ്പോൾ പാസ്സാവില്ല. ഇല്ല, ടിക്കറ്റ് ചെക്കിങ് ഫെയിൽ. അപ്പോൾ നമ്മളിവിടെ ക്യൂ നിൽക്കണം. എന്താ വെച്ചാൽ നമ്മുടെ പാസ്പോർട്ടല്ലേ, നമ്മുടെ പാസ്പോർട്ട് ഇവിടെ എല്ലാവർക്കും സ്കാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നാട്ടിലെ ആധാർ കാർഡ് പോലെ ഇവർക്ക് ഇവിടുത്തെ ചൈനീസ് കാർഡ് ഉണ്ടാവില്ല. ആ കാർഡ് വെച്ചല്ല സ്കാൻ ചെയ്ത് കയറിപ്പാൻ പറ്റുള്ളൂ. ഫുള്ളി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നമ്മൾ ക്യൂ നിന്ന് ചെക്ക് ഇൻ ചെയ്യുക. ഇവിടെ പാസ്പോർട്ട് കൊടുത്തോ, വേറൊന്നുമില്ല. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷന് ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ കാണുന്ന മതിയായ ഒരു എയർപോർട്ട് പോലെയാണ് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം വലുതാണെന്ന്. അതിൽ ഇതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട്. എന്തായാലും ഇടത്ത് നോക്കിയാലും വലത്ത് നോക്കിയാലും എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ മേടിക്കണമെങ്കിൽ സ്നാക്സ് ഒക്കെ മേടിക്കുക, വെള്ളം, അങ്ങനെ ഇങ്ങനെയൊക്കെ. നമുക്കൊരു ഉപ്പി വെള്ളം മേടിക്കാതെ, വെള്ളം വേണം. അവിടെ വില കൂടുതലായിരിക്കും ചിലപ്പോൾ. നമുക്ക് ഇവിടെ ഒരു കടയുണ്ട്, അവിടെ പോയി വെള്ളം മേടിക്കാം. 7-Eleven വെല്ലം ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഇവിടെ 7-Eleven എന്നൊക്കെ പറയുന്നത്. വളരെ ചീപ്പാണ്, അത്ര ചീപ്പൊന്നുമല്ല, എന്നാലും കുറച്ച് പൈസ ഉള്ളതിൽ കുറവുണ്ട്. ഇത് ഗോഞ്ചോല ലൈബ്രറി, റെയിൽവേ സ്റ്റേഷനുള്ളിൽ ഒരു ലൈബ്രറി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി ബുക്കൊക്കെ വായിക്കാം. ഇംഗ്ലീഷ് ബുക്ക് മര്യാദയ്ക്ക് വായിക്കാറില്ലാത്ത ഞാനെന്ത് ചൈനീസ് ബുക്ക് വായിക്കാനാ. പിന്നെ ഇവിടെ കാണേണ്ട ഒരു വേറെ സംഭവമാണ് വെച്ചിരിക്കുന്ന ഒരു പിയാനോ. കണ്ടില്ലേ, ഈ പിയാനോക്കൊക്കെ എന്ത് വിലയായിരിക്കും എന്നറിയോ? നല്ല വില ഉണ്ടാവും എന്തായാലും. കുറെ അധികം ഇങ്ങനെ പാവകളും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ. പാവയൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം അവിടെ പോയിട്ട്. കണ്ടില്ലേ, പാവ വിൽക്കുന്ന യുവതി, പാവ യുവതി. നമ്മുടെ ട്രെയിനിന്റെ സ്റ്റാറ്റസ് നമുക്ക് നോക്കണം. കാരണം എവിടെയാണ് ട്രെയിൻ എന്ന് എനിക്കറിയില്ല, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ പോയി നോക്കിയാൽ നമുക്ക് ട്രെയിനിന്റെ സ്റ്റാറ്റസ് അറിയാം. ഇത് ഇവിടുത്തെ ഇൻഫർമേഷൻ സെന്റർ ആണ്. കാര്യമായിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, എന്നാലും ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. നമ്മുടെ ട്രെയിൻ വരുന്നത് ഒന്നെങ്കിൽ A2 അല്ലെങ്കിൽ B2. നമുക്ക് ഒരു കുപ്പി വെള്ളം മേടിക്കാം, എനിക്ക് ദാഹിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിലായിട്ട് ഈ കാണുന്നതാണ്. നമുക്ക് യാത്രക്കാർക്ക് വരുമ്പോൾ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഒരു മസാജ് സെൻ്റർ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മസാജ് സെൻ്റർ അല്ല, മസാജ് ചെയർ. ഈ മസാജ് ചെയറിൽ കയറി ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ട്രെയിൻ വന്നവരെ ഇങ്ങനെ റെസ്റ്റ് ഇടുന്ന് ഇങ്ങനെ മസാജ് ചെയ്യാം. അപ്പോൾ നല്ലൊരു സുഖം കിട്ടും. ജാക്കി ജാൻ ഗൈസ്, ജാക്കി ജാൻ എൻ്റെ സൈഡിലുണ്ട്. വയലിനെ പിടിച്ചേക്കുന്നു ജാക്കി ജാൻ. അപ്പുറമായിട്ട് ഫ്രീ ചാർജിങ് ഏരിയ. ഇവിടെ നമുക്ക് കുത്തിയിട്ട് വർക്ക് ചെയ്യണവർക്ക് വർക്ക് ചെയ്യാം. പിന്നെ വെള്ളം കാശ് കൊടുത്ത് മേടിക്കണ്ട, അവിടെ ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഡ്രിങ്കിങ് വാട്ടറാണ്. അവിടെ പോയി നമുക്ക് ഫ്രീ ആയിട്ട് കുടിക്കാം. ശരിക്കും പച്ചവെള്ളത്തിന് കാശ് കൊടുത്ത് മേടിക്കുന്നത് ശരിയല്ല. നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനമാണ്. അതൊക്കെ ആരും നോക്കാനല്ലേ. ഞാൻ കാശ് കൊടുത്ത് മേടിക്കാനുള്ള, ഞാൻ വെറുതെ കുടിക്കാൻ പോകും. പണ്ട് അമേരിക്കൻ കണ്ടല്ലോ ആദ്യമായിട്ട് കുപ്പിവെള്ളം ഇറക്കിയത്. ഇന്ന് അമേരിക്കനെ എല്ലാവരും കളിയാക്കിയെന്ന് തോന്നുന്നു. വെള്ളം കുപ്പിയിൽ പോയി, കുപ്പിയിൽ വെള്ളം വിറ്റ് ആരെങ്കിലും മേടിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ എന്തൊരു കഥയില്ലേ, ആർക്കറിയാം. എന്താണെങ്കിലും ഇവിടെ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. അവിടെ മേടിക്കാൻ ഗ്ലാസ് ഇല്ല. ഗ്ലാസ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു തോന്നുന്നു.
അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം. കുപ്പി ഉണ്ടെങ്കിൽ റീഫില്ല് ചെയ്യാൻ തോന്നും. തോക്കുണ്ട്, വെടിവെക്കാൻ ഉണ്ട് ഇല്ല ഇവിടെ. നമുക്ക് ഈ കടയിൽ കയറി ഒരു കുപ്പി വെള്ളം മേടിക്കാം. ഇവിടെ ടണ്ടാ പാനി കിതറേ പാനി കിതറേ. എടുത്ത വിലയാണല്ലോ സജി. ഒരു കുപ്പി വെള്ളത്തിന് 6 രൂപയ്ക്കാണ് എഴുതിയേക്കണേ. ഈ കടയിൽ വെള്ളത്തിന് ഭയങ്കര വിലയാണ്. അല്ല 700 രൂപ കൊടുത്ത് വെള്ളം മേടിക്കുന്നതിൻ്റെ അല്ല, പ്രൈസ് വರ್ತല്ല. നമ്മൾ സാധനം മേടിക്കുമ്പോൾ അത് മേടിക്കുന്ന വിലക്കുള്ള മൂല്യം ഉണ്ടോ എന്ന് നമ്മളാദ്യം നോക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര മനോവിഷമമായിരിക്കും അല്ലേ. 700 രൂപയ്ക്ക് 1/2 ലിറ്റർ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മനോവിഷമമുള്ള കാര്യമല്ലേ. എനിക്കതെ, നിങ്ങൾക്കതേ ആണോന്നല്ലത് എനിക്കറിയില്ല. ഇവിടെ അപ്പുറം വേറൊരു കടയുണ്ട്. ഈ കടയിൽ നമുക്ക് എന്താണ് വില എന്ന് നോക്കാം. എന്തായാലും 700 രൂപയല്ല, ഇച്ചിരി വില കുറച്ചൊരു വെള്ളം കിട്ടി. നമുക്ക് തൽക്കാലം ഇത് കുടിക്കാം. അയ്യോ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. വെള്ളത്തിന് 700 രൂപയല്ലായിരുന്നു, വെള്ളത്തിന് 70 രൂപയായിരുന്നു. പൈസയിൽ ചെറിയ മാറ്റമുണ്ട്. നമ്മുടെ ട്രെയിൻ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണുന്ന B2 പോയി നമുക്ക് കയറാം. ട്രെയിൻ ഗോ എവേ കം അഗെയിൻ അനന്തരത്തി. നമ്മളിപ്പോൾ ഇനി ഇറങ്ങി ചെല്ലാൻ പോണെയാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്ഥലത്തേട്ട്. കണ്ടാട്ടാ, ഇതാണ് ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷൻ. ഈ നിരന്ന് കിടക്കുന്ന എല്ലാം ബുള്ളറ്റ് ട്രെയിനുകളാണ്. നോക്കൂ എത്ര ലൈൻ ഉണ്ടെന്നറിയോ? 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഏകദേശം ഈ എഴുതി വെച്ചേക്കുന്ന ലൈനിൻ്റെ എണ്ണമാണ്, അതായത് ഓരോ സ്റ്റേഷൻ്റെ. അപ്പോൾ ഇങ്ങനെ അങ്ങേയറ്റം വരെ ഇങ്ങനെ ഏകദേശം ഉണ്ടാവും 22 സ്റ്റേഷൻ ഉണ്ട്. അതായത് 22 ബുള്ളറ്റ് ട്രെയിൻ ഒരുമിച്ച് പാർക്ക് ചെയ്യുക അവിടെ. എന്താലേ, നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ല എന്ന് തോന്നും. ഈ വരുന്നതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ. അപ്പോൾ ഇതാണ് ഈ ട്രെയിനിൻ്റെ ഫ്രണ്ട് വശം ഏകദേശം വരുന്നത്. കണ്ടില്ലേ, കൂർത്തിരിക്കുന്ന ഫ്രണ്ട് വശം. ഇങ്ങനെ കൂർത്താണ് ഇതിൻ്റെ ഫ്രണ്ട്. എയർ ഇങ്ങനെ തട്ടി മേളിയിട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കണേ. നമുക്ക് വേഗം അതിന് ഉള്ളിയിട്ട് കയറണം, എന്നാലാണ് റെഡിയാവുക. അതിൻ്റെ ഉള്ളിയിട്ട് കയറാം. ഞാൻ ചെറുതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കണത്. ഇത് എവിടെയാണോ നമ്മളിരിക്കേണ്ടത്? ഇനി ഞാൻ ഈ സീറ്റ് കണ്ടുപിടിക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. കാരണം ടിക്കറ്റ് നമ്പർ ആദ്യം സീറ്റിനെ കൊടുത്തുണ്ടായില്ല. പിന്നെ ഇവിടുന്ന് എന്നൊരു ബോഗിയിലുള്ള എല്ലാവരും സഹായിച്ച് ഞാൻ ചെന്ന് സീറ്റ് ചോദിച്ചത് മീൻസ് ഇവിടെ ക്ലീൻ ചെയ്യുന്ന ഒരാളുടെ അടുത്തായിരുന്നു. അപ്പോൾ ആൾക്കറിയില്ല. ആളപ്പം തന്നെ അവിടെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ചൈനീസുകാരിനെ കാണിച്ചു തന്നു. ആളെൻ്റെ ഈ ചാറ്റൊക്കെ എടുത്ത് ബുക്കിംഗ് നമ്പർ നോക്കി ഇങ്ങനെ പറഞ്ഞു തന്നു, ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞു തന്നു. അതിനിടയ്ക്ക് അവിടെ കുറച്ച് ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബ്രോ ഹിയർ ഹിയർ ഹിയർ. അതായത് ഞാൻ ഇങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ തൊട്ടിപ്പിടം വരെയുള്ള എല്ലാവരും നോക്കിക്കുക. ഈ ക്യാബിലല്ല, അപ്പുറം ക്യാബില്ലേ എല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും നടക്കുന്ന വഴി ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുക. രസമായിരുന്നു, എന്നാലും കണ്ടുപിടിച്ച്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സീറ്റിങ്ങും ഡീറ്റെയിൽസൊക്കെ. കണ്ടില്ലേ, ഫുഡൊക്കെ കഴിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. കാഴ്ച കണ്ടിരിക്കുക അങ്ങനെ. സംഭവം കൊള്ളാം. അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ ഉള്ളുവശം. കുറച്ച് കഴിയുമ്പോൾ നടന്നൊരു നല്ല റിവ്യൂ കാണിച്ചു തരാം. ചൈനയിലെ ആൾക്കാർ വളരെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന പാടവും അതിൻ്റെ ഒരു ഇതൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ചെറിയ തിട്ടായിട്ട് തിരിച്ച് ഇങ്ങനെ കൃഷികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബുള്ളറ്റ് ട്രെയിനിൽ പോകുമ്പോൾ നമ്മുടെ സൈഡിലൂടെ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. കണ്ടില്ലേ, അതൊരു അമ്യൂസ്മെന്റ് പാർക്ക് കേട്ടോ. അപ്പോൾ ആദ്യം ഇത്ര ആൾക്കാരിരുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് ട്രെയിൻ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ ഉള്ളുവശം. നമ്മുടെ ഈ ആൾക്കാർ ഒത്തിരി ഉള്ളപ്പോൾ ഇവരുടെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല. ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചിലർ മോന്തയൊക്കെ പൊത്തി പിടിക്കും. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അവരാണ് അതിലാണ് വീഡിയോ എടുക്കുന്നത് ശരിയല്ലോ. ഇതാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെ ഒരു ഉൾഭാഗം എന്ന് പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ കാണുന്ന ഇതിൻ്റെ അകത്ത് ട്രെയിൻ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഓർമ്മയെന്ന് അതിൻ്റെ മീറ്ററിൽ എഴുതി കാട്ടുന്നു. നല്ല അടിപൊളിയാണ് കേസ്. കണ്ടില്ലേ, സീറ്റൊക്കെ ആയിരുന്നു നോക്കി, അടിപൊളി സീറ്റാണ്. സംഭവങ്ങളൊക്കെയാണ് സൂപ്പറാണ്. കണ്ടില്ലേ, പുഷ് ബാക്ക് മോഡൽ സീറ്റുകളാണ് വരുന്നത്. ട്രെയിൻ നിർത്തി ഇറങ്ങാനുള്ള സ്റ്റോപ്പായി. നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ എഴുതി തൊട്ടിട്ടുണ്ടെങ്കിൽ തുറക്കും, എഴുതി ഒന്നോടെ തൊട്ട അടയും. പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നീണ്ട് അങ്ങനെ കിടക്കുവാണ്. ഇത് തന്നെ ട്രെയിനിൻ്റെ ഉള്ളുവശം. കണ്ടില്ലേ, ഇങ്ങനെ കിടക്കുന്നു. ഇങ്ങനെ ഈ ഡോറൊക്കെ ആണെങ്കിലും മനസ്സിലായി നമുക്ക് ചെല്ലുക. ഡോറ് തുറക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു 1 ടച്ച് ഇങ്ങനെ വെച്ചാൽ തുറക്കും. അത്രേ ഉള്ളൂ. കണ്ടില്ല, നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി.
നമ്മൾ സൂഹൈ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയേക്കണേ. കണ്ടില്ലേ, ഇതാണ് നമ്മൾ നീണ്ടു നിവർന്ന് നടക്കുന്ന ട്രെയിൻ. കൊള്ളാല്ലേ. ഉൾവശം കണ്ടില്ലേ, ഉൾവശം അത്യാവശ്യം ലക്ഷറിയാണ്. പിന്നെ ഈ ഒരു ഭാഗമുണ്ട്, ഈ ഒരു ഭാഗം ബിസിനസ് ക്ലാസ്സാണ്. ഇതിനുള്ളിൽ അൾട്രാ ലക്ഷറി ആയിരിക്കും. ഞാനത് പണ്ടൊരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്തത്, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാട്ടാൻ പറ്റിയില്ല. ട്രെയിൻ കിടക്കണ നോക്കി, ട്രെയിൻ ഉഷാറ് തന്നെ. എൻ്റെ മോനെ ഏതാല്ലേ മുതൽ കൊള്ളാം. അല്ല, നമ്മുടെ വലതുവശത്ത് കിടക്കുന്ന ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ, ഇടതുവശത്ത് കിടക്കുന്നത് ഇച്ചിരി സ്പീഡ് കുറഞ്ഞ ട്രെയിനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ട്രെയിൻ കണ്ടിട്ട് അത്ര സ്പീഡിൽ പോകുന്നു എന്നുള്ളത് ലോക്കൽ ട്രെയിനാന്ന് തോന്നുന്നു. കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബുള്ളറ്റ് ട്രെയിൻ. ഇവിടെ ഒത്തിരി ഇല്ല കേട്ടോ മറ്റേ സ്റ്റേഷൻ. ഇവിടെ എനിക്ക് തോന്നുന്നത് 4 ഇങ്ങനെ ഒരുമിച്ചൊരു 4-5-6 ഇതൊക്കെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബുള്ളറ്റ് ട്രെയിൻ. നമ്മുടെ ഗോഞ്ചോയിലെ അവിടുത്തെ എത്ര 22 ട്രെയിൻ ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര വലുതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമല്ലേ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ശരിക്കും ചൈനയല്ല, ഇത് മക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇത് ചൈനയുടെ ഉള്ളിൽ വേറൊരു രാജ്യമാണ്. ചൈനയുടെ ഉള്ളിൽ തന്നെ 2 കൺട്രി ഉണ്ട്. ഇത് അണ്ടർ റേറ്റഡ് കൺട്രിയാണ്. ശരിക്കും മക്കാവ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഗാംബ്ലിംഗ് ആണ്. അതായത് പൈസ വെച്ചിട്ടുള്ള ഗെയിം കളി, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ രാജ്യത്തേക്ക് ചൈനയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ കാണുന്നത് ഫുള്ള്. എന്താ അല്ലേ സെറ്റപ്പ്. ചൈനയുടെ ഉള്ളിൽ തന്നെ 1 മണിക്കൂർ ട്രെയിനിൽ കയറിയ അടുത്ത രാജ്യത്തേക്ക് എത്തിയേക്കണ്. ഞാനിപ്പോൾ ഏകദേശം എൻ്റെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഞാനിനി വല്ല കഴിക്കാൻ കയറുക. മക്കാവിലൊരു ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഫുഡുണ്ട്. അത് അടിപൊളി ഫുഡാണ്. അത് മാത്രമാണ് എനിക്ക് ആകെ ഇവിടെ ഉള്ള ഇഷ്ടമുള്ളത്. കാരണം നമ്മുടെ അവിടെ ഒന്നും കിട്ടില്ല. അത് ഇവിടെ വരുമ്പോൾ ഒരു കടയുണ്ട്, നല്ല ഫുഡാണ്, കാണിച്ചു തരാം. ഇത് മക്കാവിലൊരു മാളാട്ടാ. ഈ മാളിങ്ങനെ കുറേ ഉണ്ട്. കുറച്ച് കാർട്ടൂണിസ്റ്റ് കോമിക് പ്ലേ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് തന്നെയാന്ന് തോന്നണം. അവിടെ ടേബിൾ പോലും ഇല്ലേ, സീറ്റൊക്കെ ഫില്ല. കൊണ്ട് കുറേ സാധനമുണ്ട്. ഞാൻ സാധനം സെലക്ട് ചെയ്യട്ടെ, നിങ്ങളവിടെ ഇരിക്കും. ലിസ്റ്റ് ചെയ്തേ. എന്തൊക്കെയാ മാംഗോ ഫുഡി. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത 2 ഡിഷ്. ഒന്ന് ഇത് തൊട്ട എൻ്റെ കൈ പൊള്ളി നാശമായി പോയി. ഇതിന് ഒടുക്കത്തെ ചൂടതിന്. ഇത് റൈസ് വിത്ത് ചിക്കൻ, ഇത് ചിക്കൻ സ്റ്റീക്കാണ്. ഇവിടെ മാത്രമാണ് ഈ ഫുഡ് കിട്ടുള്ളൂ. ഈ സാധനം ഉണ്ടോ, ഞാൻ താമസിക്കുന്ന ഗോഞ്ചോയിൽ കിട്ടുമെങ്കിൽ ഞാൻ എന്നും പോയി കഴിച്ചാനേ, വേറെ എവിടെയും കിട്ടില്ല. ഇവിടെ പിന്നെ ഇച്ചിരി വിലയും കുറവാണ്. ഗോഞ്ചോയിൽ സാധനം കഴിക്കാൻ ഭയങ്കര പൈസയോ. ഓ സെറ്റ്. നമ്മൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന ട്രെയിൻ ഏതോ ചെറിയ ട്രെയിനാണോ കയറി കിടക്കാതെ. അതാകുമ്പോൾ നിങ്ങൾ ഞാൻ ട്രെയിനിങ് കാണിച്ചു തരാം. തിരിച്ചു പോകുന്ന ട്രെയിനാണ്. ഏകദേശം ഇങ്ങോട്ട് വന്നു വെച്ചാൽ അത്ര പുഷ് ബാക്ക് സീറ്റൊന്നുമില്ല. ബുള്ളറ്റ് ട്രെയിനിലെ ലോക്കൽ ട്രെയിനാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഉള്ളു. എനിക്ക് പുഷ് ബാക്കൊന്നുമല്ല, അത് നേരെ ഇരിക്കണം, പോലെ തന്നെ ഇരിക്കണം. നമുക്ക് എത്രാമത്തേത് എത്തി? 4-മത്തേത്. എത്ര 4 എത്തി, 5, 6, 7. ഇനിയും പോകണം. 3 ക്യാബിൻ നടക്കണം. നമ്മൾ 6-മത്തേലെത്തി, അവസാനത്തെ കേട്ടോ. ഈ കാണുന്ന ബോർഡിലാണ് ഇവിടെ സ്പീഡൊക്കെ എഴുതി വെക്കണേ. സ്പീഡ് എഴുതി വയ്ക്കും. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ. നമ്മുടെ ട്രെയിനിൽ നമ്മുടെ C782, C7682. ഇതെൻ്റെ സീറ്റെന്ന് തോന്നും. ഇതാണ് ചൈനയിലെ ഒരു ബുള്ളറ്റ് ട്രെയിനിൻ്റെ യാത്രയുടെ വിവരണങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നവരെ സൈനിങ് ഓഫ്. അടുത്ത കേസ് അതുകൊണ്ടാണ് ഇങ്ങനെ ഓർഡർ പറയണത്. ടാറ്റ.